നോമ്പ് കാലത്ത് വളരെയധികം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും സാരമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ വളരെയധികം രുചിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് 1.5 ഗ്ലാസ് കുത്തരി, സാധാ ചോറുണ്ടാക്കുന്ന കുത്തരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പൊടിയരിയും ചേർക്കാം കേട്ടോ, നിങ്ങളുടെ താല്പര്യം പോലെ. ഇനി അതിലേക്ക് നമുക്ക് ആശാളി 2 ടേബിൾ സ്പൂൺ ആശാളി, ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ ഉലുവയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കുക്കറിൽ 4 വിസിൽ, എൻ്റെ കുക്കറിൽ 4 വിസിൽ കറക്റ്റാണ്. അപ്പോൾ ഓരോ അരിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി, തേങ്ങ, അതുപോലെ ചെറിയ ജീരകം, പിന്നെ ഒരു കഷ്ണം മാത്രം വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ വെന്തിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഇത് ചേർക്കാം. കഞ്ഞിയിലേക്ക് ചേർക്കുമ്പോൾ ഇത് കഞ്ഞിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റത്തോളം തിളപ്പിച്ചെടുക്കാം. തേങ്ങ അരപ്പൊക്കെ നമ്മുടെ ആ ചോറിലേക്ക് പിടിച്ച് സെറ്റാവണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. താളിച്ചും കൂടി ഒഴിക്കുമ്പോൾ ഒന്നുകൂടി കഞ്ഞിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് താല്പര്യമുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ കഞ്ഞി റെഡി. കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടിൽ ദെൻ ബൈ.